എന്നാലും മലയാളം സംസാരിക്കാൻ മറന്നു പോകണത് ഒരു വലിയ സംഭവം തന്നെ ആയിട്ട് തോന്നുകയാണ് എനിക്ക്. ഞാനെന്തായാലും സംസാരിക്കാൻ മറന്നൊന്നുമില്ല, പക്ഷെ സംസാരിക്കാൻ ആളില്ലാത്തതും ഒക്കെയാണ് വിഷയം. പറയുന്ന കേൾക്കാൻ ഉള്ള മനസ്സുള്ള ആളുകൾ, പിന്നെ നമുക്ക് മനസ്സിന് ഇണങ്ങിയ ആളുകൾ, അങ്ങ് അവരോടത്തല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. പുറത്തിറങ്ങി ഒന്ന് പറയുമ്പോൾ വേറെ അതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകളോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നമുക്കുമായിട്ടൊന്ന് പൊരുത്തപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട്. നാട്ടിലും എനിക്ക് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഇല്ല സംസാരിക്കാൻ, കുറച്ച് കുറച്ചേ സംസാരിക്കുള്ളൂ. ലൈവ് ഇട്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ പഠിച്ചത് എന്ന് പറയുവാണ്. ഓക്കെ ഓക്കെ. അപ്പം ലൈവ് കൊണ്ട് അങ്ങനെയും ഗുണമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. എനിക്ക് എന്തോന്ന് സംസാരിക്കാനൊക്കെ നേരത്തെ നല്ല പോലെ അറിയാം. സംസാരിക്കാന്ന് വെച്ചാൽ ഞാൻ എന്തോന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആയിരുന്നു. മൈക്കിലൊക്കെ കൂടെ സംസാരിക്കും, പൊതുവേദിയിലൊക്കെ സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് സംസാരിക്കാനൊന്നും മടിയില്ല, പക്ഷെ അറിയുകയും ചെയ്യാൻ മടിയില്ല. പക്ഷെ ആള് കേൾക്കാനില്ലാത്തതാണ് എൻ്റെ വിഷയമായിരുന്നത്. ഇങ്ങനെ നമുക്ക് പേഴ്സണലായിട്ട് പറയാൻ ആളില്ല. കൂടെ വരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോയിരുന്നോ അങ്ങനെ നമ്മൾ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു തുല്യം മനസ്സുള്ള ആൾക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഏകവിഷയമായി പറഞ്ഞാൽ അത് കേൾക്കാൻ അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എന്തായാലും ലൈവിനെ കൊണ്ട് അങ്ങനെ ഒരു വലിയ ഗുണമുണ്ടായത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് സംസാരിക്കുന്നത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയതുമില്ല. സംസാരത്തിലും അവതരണത്തിലും ഒക്കെ ഒരു പുത്തൻ ശൈലിയുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതിപ്പം ഞാനിപ്പോൾ തിരുവനന്തപുരമാണ്, അതിപ്പോൾ ഏതെങ്കിലും ജില്ലയുടെ ഒരു സംസാര രീതി പോലെയോ, ഏതെങ്കിലും ഒരു പ്രദേശത്തിനൊക്കെ ഓരോ പ്രദേശത്തിനൊക്കെ ഓരോ സംസാര രീതി ഉണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും സംസാരം കൊണ്ടായിരിക്കും അങ്ങനെ വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പുറത്തു പോകാറില്ല, അതുകൊണ്ട് ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ അറിയില്ലായിരുന്നു എന്ന് പറയുകയാണ്. ഓക്കെ ഓക്കെ. എന്താണ് പഠിച്ചത്? പഠിച്ചത് കോളേജ് പഠിച്ചില്ലേ? ഞാൻ പറയുന്നത് കേട്ട് ബോറടിക്കുന്നുണ്ടോ? എനിക്ക് തുടങ്ങിയ സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വന്നപ്പോൾ തന്നെ അതിനോട് എന്ത് വിഷയം പറയണം എന്നതിന് കുറച്ച് സമയം വേണം. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അങ്ങ് നമുക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും. ഹലോ, ആരാണ് ലൈവിൽ? മുകളിൽ 2-3 ആളുകളുണ്ടല്ലോ, താഴോട്ടുനിന്ന് ഇറങ്ങി വന്ന് പിന്നെ സംസാരിക്കണം. ITC സിവിളാണെന്ന് പറയുകയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ITC ഒക്കെ പോയെങ്കിൽ അപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലേ നല്ലപോലെ. ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു പഠിക്കാൻ പോകുമ്പോൾ? ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നില്ലേ? ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ജോലി ചെയ്യുന്നുണ്ടോ? അതും പിന്നെ സോളോയുടെ ലൈവിലല്ലേ വരാറുള്ളത്? എവിടെ നിന്നാണ് അതുവിനെ പരിചയപ്പെട്ടതെന്ന് എനിക്ക്? സോളോ തന്നെ അല്ലേ? സോളോ ലൈവിലാണ്. എൻ്റെ ലൈവിൽ വരാറുള്ള കൂടുതൽ ആളുകളും സോളോ ലൈവിലുള്ളവരാണ്. അതേപോലെ തന്നെ എൻ്റെ ലൈവിൽ വന്നുകൊണ്ടിരുന്ന ആളുകളും പലരും ഇപ്പോൾ സോളോ ലൈവിലും പോകാറുണ്ട്. അപ്പം ഞാനിങ്ങനെ എന്തോന്ന് നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആദുവിന് മറുപടി പറയാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ലാന്ന് തോന്നുന്നു. പല വിഷയം ഒരുമിച്ച് ചോദിക്കുമ്പോൾ ഏതിനൊക്കെ മറുപടി പറയാൻ പറ്റുമെന്ന്.